അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ അഥവാ കൊല്ലപ്പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. അപ്പോൾ താഴെ 8ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തത് ലിദ്ദുൻ നസീഹത്തി. നസീഹത്തിൻ്റെ വിപരീതം എന്താണ്? അതിൻ്റെ ഉത്തരം അൽ റിഷു എന്നുള്ളതാണ്. റിഷു എന്ന് പറഞ്ഞാൽ വഞ്ചന. രണ്ടാമത്തത് മൻ റഅ മിൻകും മുൻകറൻ. അപ്പം നിങ്ങളിൽ ഒരാൾ ഒരു മോശമായിട്ടുള്ള ഒരു തിന്മ കണ്ടാൽ എന്താക്കണം? ഫൽ യുഅയ്യിറുഹു ബിയദിഹി എന്നാണ് അവിടെ എഴുതാനുള്ളത്. അതിൻ്റെ അർത്ഥം കൈകൊണ്ട് തടയണം എന്നാണ്. അപ്പോൾ കൈകൊണ്ട് തടയണം. ഇനി മൂന്നാമത്തത് ലാ തഖൂമു സാഅത്തു. അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ തത്ലു ഷംസു. സൂര്യൻ ഉദിക്കുന്നതുവരെ. മിൻ മഗ്രിബിഹ. മിൻ മഗ്രിബിഹ എന്നാണ് അവിടെ വേണ്ടത്. മിൻ മഗ്രിബിഹ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന്. ഇനി നാലാമത്തത് ഇദാ ളുയ്യഅത്തിൽ അമാനത്തു. അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഫൻതളിരി സ്വാഅ. അപ്പോൾ പ്രതീക്ഷിച്ചു കൊള്ളുക അസ്വാഅത്ത. എന്തിനെ? അന്ത്യനാളിനെ, ഖിയാമത്ത് നാളിനെ. ഇനി അഞ്ചാമത്തത് അൽ മലക്കുൽ മുവക്കലു. ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ബിൻ നഫ്ഖി ഫി സൂരി. സൂറിൽ ഊതുന്നത് കൊണ്ട്, ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ആര്? ഇസ്റാഫീലു അലൈഹിസ്സലാം. അപ്പോൾ അവിടെ ഇസ്റാഫീലു അലൈഹിസ്സലാം എന്നാണ് വേണ്ടത്. ഇനി ആറാമത്തത് മഫാത്തിഹുൽ ഗൈബി ഖംസുൻ. അപ്പോൾ മഫാത്തിഹുൽ ഗൈബ് ഖംസുൻ 5 എണ്ണമാണ്. ഏതൊക്കെ? അത് ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്. അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അപ്പോൾ അവിടെ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ് എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഇനി ഏഴാമത്തത് അൽ ഉസ്റത്തു യതഹഖഖു. കുടുംബം രൂപം കൊള്ളുന്നത് മിൻ ഇഫ്രാദിൽ ഇൻസാനി. മനുഷ്യ വ്യക്തികളിൽ നിന്നാണ്. ഇനി എട്ടാമത്തത് അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുഅ്മിനൻ എന്ന് വരും. അഹിബ്ബു ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുക. മാ തുഹിബ്ബു ലിനഫ്സക നിന്റെ ശരീരം ഇഷ്ടപ്പെടുന്നത്. തകുൻ മുഅ്മിനൻ അപ്പോൾ നീ ആരാകും? മുഅ്മിനാകും, വിശ്വാസിയാകും. ഇനി രണ്ടാമത്തത് നുബയ്യിനു വ്യക്തമാക്കാം എന്നുള്ളതാണ്. സുഹുദുൽ ആരിഫീൻ. ആരിഫീങ്ങളുടെ സുഹുദ് എന്നാൽ എന്ത്? തറക്കുമാ യുഷ്ഗിലുൽ അബ്ദ അനില്ലാഹി തആല വഹുവ സുഹുദുൽ ആരിഫീൻ. അപ്പോൾ തറക്കുമാ യുഷ്ഗിലുൽ അബ്ദ അനില്ലാഹി അള്ളാഹുവിനെ തൊട്ട് ആരാധിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയെ ഒഴിവാക്കുന്ന കാര്യങ്ങളെ തൊട്ട് ഉപേക്ഷിക്കുക. അതിനാണ് എന്ത് പറയാ? സുഹുദുൽ ആരിഫീൻ എന്ന് പറയാ. അർ റജാഉ. റജാ എന്ന് പറഞ്ഞാൽ എന്ത്? ഉത്തരം ഹുവ ഇർതിയാഹുൽ ഖൽബിൽ അബ്ദി. ഒരു അടിമയുടെ ഹൃദയം സന്തോഷിക്കലാണ്. ലിൻതിവാരി പ്രതീക്ഷിച്ചുകൊണ്ട്. എന്ത് പ്രതീക്ഷിച്ച്? മാ ഹുവ മഹബൂബുൻ ഇൻദഹു അവന് ഇഷ്ടമുള്ള ഒന്ന്. അപ്പം അവന് ഇഷ്ടമുള്ള ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു അടിമയുടെ ഹൃദയം സന്തോഷിക്കുന്നതിനാണ് റജാ എന്ന് പറയുക. മൂന്നാമത്തത് അൻ നസീഹത്തുൽ ആമ്മത്തുൽ മുസ്ലിമീൻ. പൊതുജനങ്ങളുടെ നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? അപ്പോൾ നസീഹത്തു ആമ്മത്തുൽ മുസ്ലിമീൻ, പൊതുജനങ്ങളുടെ നസീഹത്ത് എന്ന് പറഞ്ഞാൽ വഹും അവർ. ഈ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മൻ അദാ ഉലാത്തുൽ ഉമൂരി. അപ്പോൾ ജനങ്ങളുടെ മേൽ കൈകാര്യകർത്താക്കളല്ലാത്തവരാണ്. അതാണ് ഉലാത്തൽ ഉമൂരി എന്ന് പറഞ്ഞാൽ കൈകാര്യകർത്താക്കളല്ലാത്തവർ. ഫ ഇർഷാദുഹും. അപ്പോൾ അവരുടെ നസീഹത്ത് എങ്ങനെയാണ്? ഫ ഇർഷാദുഹും ലി മസ്വാലിഹിഹിം ഫി ആഖിറത്തിഹിം വദുനിയഹും. അപ്പോൾ പരലോകത്തേക്കും ഇഹലോകത്തേക്കും അഥവാ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും നമുക്ക് വേണ്ടി മാർഗദർശനം നടത്തുക. അതാണ് ആരുടെ നസീഹത്ത്? ആമ്മത്തുൽ മുസ്ലിമീങ്ങളുടെ, ആമ്മത്തുൽ മുസ്ലിമീൻ എന്ന നസീഹത്ത് വരുന്നത്. ഇനി നാലാമത് അൻ നസീഹത്തു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വ അമ്മൻ നസീഹത്തു ലി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫ തസ്ദീഖുഹു അല റിസാലത്തി. പ്രവാചകത്വത്തിൻ്റെ മേൽ എന്താക്കുക? വാസ്തവമാക്കുക, സത്യമാക്കുക. പിന്നെയോ വൽ ഈമാനു ബി ജമീഇ മാ ജാഅ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും വിശ്വസിക്കുക. ഇതാണ് നസീഹത്തുൽ റസൂലില്ലാഹി എന്ന് പറഞ്ഞാൽ. ഇനി നുതമ്മിമു പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ഖാല ജരീറുൻ ബായഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇഖാമി സ്വലാത്തി വ ഈതാഇ സകാത്തി വന്നസ്ഹു ലികുല്ലി മുസ്ലിമീൻ. അപ്പോൾ അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം നിസ്കാരം നിലനിർത്തൽ കൊണ്ടും
പിന്നെ സക്കാത്ത് കൊടുത്തു വീട്ടൽ കൊണ്ടും പിന്നെ വനസൂലിക്കുല്യ മുസ്ലിമിന് എല്ലാ മുസ്ലിമുകളും നസീഹത്ത് ചെയ്യൽ കൊണ്ടും എന്ത് ചെയ്തു? ബയാത്ത് ചെയ്തു. ഇനി അടുത്തത് രണ്ടാമത്തത് കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ദഖിറു ഷൈഅൻ ലിഅദിൻ എന്നാണ് അവിടെ എഴുതാനുള്ളത്. അപ്പോൾ ഒന്നാമത്തത് എഴുതാനുള്ളത് വന്നുസ്ഹു ലികുല്ലി മുസ്ലിമിൻ എന്നുള്ളതും രണ്ടാമത്തത് ഷൈഅൻ ലിഅദിൻ എന്നുള്ളതും. ഷൈഅൻ ലിഅദിൻ എന്ന് പറഞ്ഞാൽ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യദ്ദഖിറു ശേഖരിക്കാത്തവരായിരുന്നു ഷൈഅൻ ഒന്നിനെയും ലിഅദിൻ നാളേക്ക് വേണ്ടി. ഇനി മൂന്നാമത്തത് ഖാലൂ അവർ ചോദിച്ചു യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലേ വമാ തീനത്തുൽ ഖബാൽ തീനത്തുൽ ഖബാൽ എന്നാൽ എന്താണ്? ഖാല അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അറഖു അഹ്ലിനാർ നരകവാസികളുടെ എന്താണ്? വിയർപ്പാണ്. ഔ അല്ലെങ്കിൽ ഉസാറത്തു അഹ്ലിനാർ നരകവാസികളുടെ നീരാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഉസാറത്തു അഹ്ലിനാർ എന്നാണ് എഴുതാനുള്ളത്. നാലാമത്തത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത്തു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല മന്നാനുൻ ആര്? സ്വന്തം ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്നവരും പിന്നെ വല ആക്കുൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനും വല മുദ്മിനുൽ ഹംർ നിത്യമായി കള്ള് കുടിക്കുന്നവനും. അപ്പോൾ അവിടെ മുദ്മിനുൽ ഹംരി എന്നാണ് എഴുതാനുള്ളത്. അഞ്ചാമത്തത് ദാവൂദ് അലൈഹിസ്സലാം കാന യസ്നഉദ്ദിറ ദാവൂദ് നബി അലൈഹി സ്വലാം എങ്ങനെയുള്ള ആളായിരുന്നു? യസ്നഉദ്ദിറ പടയങ്കി നിർമ്മിക്കുന്ന ആളായിരുന്നു. യബിഉഹു വ യബിഉഹു അത് വിൽക്കുന്നവരുമായിരുന്നു. വ യഅ്കുലു മിൻഹു അതുകൊണ്ട് ഭക്ഷിക്കുന്നവരുമായിരുന്നു. അപ്പോൾ അവിടെ യബിഉഹു വ യഅ്കുലു മിൻഹു എന്നാണ് എഴുതാനുള്ളത്. ഇനി അടുത്തത് നുജീബു ഉത്തരം എഴുതാനാണ്. അൽ ഹയാഉ യകൂനു മംദൂഹൻ മത എപ്പോഴാണ് ഹയാ ലജ്ജ മംദൂഹൻ സ്തുത്യർഹമാകുന്നത് അഥവാ സ്തുതിക്കപ്പെടുന്നത് എപ്പോഴാണ്? അതിനുത്തരം അൽ ഹയാഉ യംനഉ സാഹിബു മിനൽ മആസി ലജ്ജ അത് തിന്മയിൽ നിന്നും പിന്നെയോ തിന്മയിൽ നിന്നും തടയുമ്പോഴും വമിൻ കുല്ലിമാല യലിഖു ബിഹി അവന് യോജിക്കാത്തതിൽ നിന്നും അവനെ തടയുമ്പോഴും അപ്പോഴാണ് എന്താവുക? ലജ്ജ ഫയകൂനു മംദൂഹൻ അപ്പോൾ അത് സ്തുതിക്കപ്പെടുന്നതാകും. ഇനി അടുത്തത് രണ്ടാമത്തത് മാദാ ഖാല സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അനി സുഹദി സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു സുഹദിനെ തൊട്ട് എന്താണ് പറഞ്ഞത്? അസ്സുഹദു സുഹദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം എന്ന് പറഞ്ഞാൽ ഫിദ്ദുനിയ ദുനിയാവിലെ പരിത്യാഗം എന്ന് പറഞ്ഞാൽ ഖസ്റുൽ അമലി ആഗ്രഹത്തെ ചുരുക്കലാണ്. അല്ലാതെ എന്തല്ല ലൈസ ബി അക്ലിൽ അലീലി കട്ടിയുള്ളത് ഭക്ഷിക്കലോ വലാ ബി ലുബസിൽ അബായി കരിമ്പടം ധരിക്കലോ അല്ല. ഇനി അൽ അമാനത്തു മാഹിയ അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? മാ ഫറളഹുല്ലാഹു തആല അലാ ഇബാദിഹി മിനൽ ഹുഖൂഖി ബാധ്യതകളിൽ നിന്ന് അടിമകളുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ ഒന്നിനാണ് അമാനത്ത് എന്ന് പറയുക. ഇനി നക്തുബുൽ ഇസ്നൈനി രണ്ടെണ്ണം എഴുതാൻ ആണ്. ഉസൂലുൽ മക്കാസിബി ജോലികളുടെ അസ്ൽ ഏതൊക്കെയാണ്? അസ്സിറാഅത്തു കൃഷിയും വ തിജാറത്തു കച്ചവടവും വസുനു വ്യവസായവുമാണ്. ഇനി രണ്ടാമത്തത് അലാമത്തു ഷഖാവ പരാജിതരുടെ അടയാളങ്ങൾ. ഒന്നെന്താണ്? ഖില്ലത്തുൽ ഹയാ ലജ്ജ കുറവായിരിക്കും. കസ്വത്തുൽ ഖൽബ് കഠിന ഹൃദയരായിരിക്കും. ജുമൂദുൽ ഐന് കണ്ണുകൾ മരവിച്ചവരായിരിക്കും. അർറഅബത്തു ഫിദ്ദുനിയ ദുനിയാവിനോടുള്ള ഭ്രമം ആയിരിക്കും. പിന്നെ തൂലുൽ അമല് അമിതമായ ആഗ്രഹമായിരിക്കും. ഇനി മൂന്നാമത്തത് അർബഉ അളായിമ ഇർതകബഹ ഷാഹിദു സൂർ അപ്പോൾ കള്ളസാക്ഷികൾ 4 പാപം ചെയ്തു അത് ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? അൽ കദിബു വൽ ഇഫ്തിറാഉ ഒന്നവൻ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കി. രണ്ടാമത്തതോ അന്നഹു വലമല്ലതി അവൻ അക്രമം പ്രവർത്തിച്ചു. ഷഹിദ അലൈഹി അവൻ ആരുടെ മേലാണോ ആർക്കെതിരെയാണോ സാക്ഷി നിന്നത് അപ്പൊ അവന്റെ മേൽ അവൻ അക്രമം പ്രവർത്തിച്ചു. എന്തുകൊണ്ടൊക്കെ? മാലഹു ഒന്നെങ്കിൽ അവന്റെ ധനം കൊണ്ടോ വൈറുഹു അവന്റെ അഭിമാനം കൊണ്ടോ റൂഹു അല്ലെങ്കിൽ അവന്റെ ഹൃദയം റൂഹ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവൻ ഒന്നെങ്കിൽ അവന്റെ ധനം അല്ലെങ്കിൽ അഭിമാനം അല്ലെങ്കിൽ അവന്റെ ജീവൻ ഇത് അവൻ അപകടത്തിലാക്കി. അപ്പൊ അതാണ് അവൻ ചെയ്ത കുറ്റം. ബാക്കി ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞത്. ബാക്കി പേജ് നമ്പർ 19 നോക്കി എഴുതുക. ഇനി അടുത്തത് നുതർജിമു എന്താക്കാനാണ്? അർത്ഥം എഴുതാനാണ്. ഒന്നാമത്തേത് നോക്കാം. മസലുൽ മുഅ്മിനീന ഫി തവാദ്ദിഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം മസലുൽ ജസദി. അർത്ഥം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരസ്പരമുള്ള സ്നേഹത്തിലും കാരുണ്യത്തിലും കൃപയിലും മുഅ്മിനീങ്ങൾ ഒരു ശരീരം പോലെയാണ്. രണ്ടാമത്തത്, അദ്ദിൽ അമാനത ഇലാ മനി ഇത്തമനക വലാ തഖുൻ മൻ ഖാനക. നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവനെ അമാനത്തുകൾ നീ വീട്ടിക്കൊടുക്കുക, നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.